T20 സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണാറില്ലേ? ചില സമയത്ത് അത് നല്ല കയറി കഴിഞ്ഞ കളിയിലൊക്കെ മികച്ച പെർഫോമൻസ് നടത്തിയത്. ആ ഒരു ബാറ്റിംഗ് ശൈലി എങ്ങനെയാണ്? സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി എന്ന് വെച്ചാൽ സഞ്ജു ഒരു 2020 വൺ ഡേ പ്ലെയറാണ്. കാരണം വെച്ചാൽ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ബോൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അടിക്കണമെന്ന്. മനസ്സിലായില്ലേ? പുള്ളിക്ക് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ബോൾ വരിക അടിക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് പുള്ളി. ബോൾ വരിക അടിക്കുക എന്നുവെച്ചാൽ ബോളിനെ ആക്രമിക്കുക. അപ്പോൾ ദ്രാവിഡൊക്കെ എങ്ങനെയാണ്, ബോൾ വന്നു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യും, അടിക്കേണ്ട ബോൾ അടിക്കും. പുള്ളിക്ക് അങ്ങനെയല്ല. പുള്ളിക്ക് എന്തെങ്കിലും ഒരു ലൂപ്പ് കിട്ടുകയാണെങ്കിൽ ആ ബോളിനെ ബൗണ്ടറി കിടത്തണമെന്നുള്ള, അതാണ് പുള്ളിക്ക് ചെറിയ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ പുള്ളി എല്ലാ ബോളും കയറി അറ്റാക്ക് ചെയ്യുന്നതാണ് പുള്ളിയുടെ. ബോള് സെലക്ട് ചെയ്താണ് കളിക്കുന്നത് എങ്കിലും പുള്ളിയുടെ മൈൻഡിൽ ആ അറ്റാക്കിങ് മെൻറ്റാലിറ്റി കിടക്കുന്നതുകൊണ്ട് ഏത് ബോൾ കിട്ടിയാലും അങ്ങ് അക്കരെ വയ്ക്കണമെന്നുള്ള ഒരു ആ ഫീൽ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ പുള്ളി അത് പോസിറ്റീവ് മൈൻഡാണ്. പോസിറ്റീവായിട്ട് അതാണല്ലോ പുള്ളി ആര് വന്നിരുന്നാലും അടിക്കുന്നത്. പുള്ളി ഒരു കേരള പ്ലെയറാണ്, കേരളത്തിൽ നിന്ന് വന്ന ഒരു പ്ലെയറാണ്. പക്ഷേ പുള്ളിക്ക് ഇപ്പം എത്ര കിടിലം ഫാസ്റ്റ് ബോളർ വന്നിരുന്നാലും പുള്ളിക്ക് ഒരു പേടിയില്ല, അല്ലേ? പുള്ളിക്ക് ആര് വന്നില്ല. ഇപ്പോൾ ലോകത്ത് നമ്പർ 1 അന്ന് മറ്റേ ഓർമ്മയുണ്ട്, ഒരു 1-2 വർഷം മുമ്പ് ജെയ്സൺ ഹോൾഡർ നമ്പർ 1, അപ്പോഴത്തെ വേൾഡിലെ നമ്പർ 1 ഫാസ്റ്റ് ബോളറായിരുന്നു, അല്ലേ? അയാൾ വന്ന് ഏതോ ഒരു IPL ഏതോ ടീമിന് എറിഞ്ഞ് പുള്ളി ബാറ്റ് ചെയ്തപ്പോൾ അയാൾ ഒരു 2-3 സിക്സ് ഫസ്റ്റ് ബോളോട്ട് അടിക്കണുണ്ട്. സാധാരണ ജെയ്സൺ ഹോൾഡ് അയാളുടെ നമ്പർ 1 ആണ് ബാറ്റ് ചെയ്യാൻ ഒരു സാധാരണ പ്ലെയർ ബാറ്റ് ചെയ്യുമ്പം മുട്ടടിയായിരിക്കും, അയ്യോ നിന്ന് കൊട്ടാൻ നോക്കും. ഇയാൾ അങ്ങനെയല്ല. ജേസൺ ഹോൾഡർ അല്ല അയാൾ നോക്കിയത്, അയാൾ ബോളാണ് നോക്കിയത്. അതാണ് അയാളെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ജേസൺ ഹോൾഡർ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല പുള്ളി മൈൻഡ് ചെയ്ത്. പുള്ളി അയാൾ എറിയുന്ന ആ ബോൾ അയാൾക്ക് അടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഫസ്റ്റ് ബോളോട്ട് കിട്ടി. അപ്പോൾ ജേസൺ ഹോൾഡർ അവിടെ പേടിച്ച് കാണും.